എം ടിയെ ഞാൻ കാണുന്നത് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസിന് മാതൃഭൂമി ഓർഗനൈസ് ചെയ്തിരുന്ന ഒരു ഫംഗ്ഷനിലാണ്. പക്ഷേ ഒരുപാട് വർഷമായിട്ട് ഒബ്വിയസ്ലി ഈ പേര് എനിക്കറിയായിരുന്നു. ഞാൻ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കേരള ചരിത്രത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി വരുന്ന കാലത്ത് പുസ്തകങ്ങൾ മാത്രമല്ല സിനിമകൾ വരെ ഞാൻ കണ്ടു നോക്കിയിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എം ടിയുടെ ഒരു വടക്കം വീരഗാഥ കാണാൻ പറ്റി, 1989 ചിത്രം. ഐ വാസ് ഫാസിനേറ്റഡ് ബൈ ദാറ്റ് മൂവി. അങ്ങനെയാണ് എം ടി പുസ്തകങ്ങൾക്ക് മുമ്പ് ആ ഒരു സിനിമ വഴിയാണ് എം ടി വാസുദേവൻ നായർ എന്നുള്ള പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അന്ന് പോലെ അറിയാം. പിന്നെ ആസ് ഐ ഗ്രൂ പുസ്തകങ്ങൾ വായിക്കാനും പറ്റി. എൻ്റെ ആദ്യത്തെ പുസ്തകം 2015 വന്നപ്പം ഒരു ഇൻ്റർവ്യൂവിൽ എം ടി അതിനെപ്പറ്റി വളരെ നല്ലതായിട്ടൊരു കമൻറ്റ് പറഞ്ഞിരുന്നു. അന്ന് വരെ ഞാൻ എം ടിയുടെ പുസ്തകങ്ങൾ വായിച്ചിരുന്നു, പക്ഷേ കാണാൻ സാധിച്ചില്ലായിരുന്നു. അതിനുശേഷവും ഞാൻ 1-2 തവണ ശ്രമിച്ചു എം ടി ഒന്ന് കാണണമെന്ന്. പക്ഷേ ആ സമയത്ത് ഒന്നെങ്കിൽ യാത്രയിലായിരുന്നു, അല്ലെങ്കിൽ ഹി വാസ് നോട്ട് കീപ്പിംഗ് വെൽ. അവസാനം കഴിഞ്ഞ വർഷമാണ് ഞാൻ ആ സിനിമ കണ്ടത്. ഓൾമോസ്റ്റ് 20 വർഷത്തിന് ശേഷമാണ് നേരിട്ട് എം ടിയെ കാണുന്നത്. അന്ന് എം ടിയെ കാണുമ്പോൾ അദ്ദേഹം എന്നോട് ആകെ ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഇങ്ങനെ തോളത്ത് തൊട്ടിട്ട് പറഞ്ഞു, ഐ റീഡ് യുവർ ബുക്സ്, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് ഒന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് പറഞ്ഞില്ല. ഞങ്ങൾ സ്റ്റേജിൽ ഒരുമിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ചെറുതായിട്ടൊന്ന് സംസാരിച്ചു. പക്ഷേ ഞാൻ പിന്നെ വിചാരിക്കുകയും ചെയ്തതാണ്, അദ്ദേഹത്തിനോട് വലിയ അങ്ങനെ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയില്ല. കാരണം ഇത്രയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വഴി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം അതിൻ്റെ മുകളിലോട്ട് പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ കുറേ കൂടെ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ആക്ച്വലി ഇല്ല. പുസ്തകങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ വാക്കുകൾ നമ്മുടെ കൂടെ നിൽക്കും. അതിൻ്റെ ഒരു കോൺസലേഷൻ, അതിൻ്റെ ഒരു സെൻസ് ഓഫ് കണ്ടെയ്ൻമെൻറ്റ് ഉണ്ട്. ആൻഡ് ദ ബിഗസ്റ്റ് തിങ് ഇസ് ഇൻ മെനി വേസ് എം ടിയും ഇപ്പം ഹിസ്റ്ററിയുടെ പേജസിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ അൺലൈക്ക് മോസ്റ്റ് പീപ്പിൾ ഹീസ് ഓൾസോ മെയ്ഡ് ഹിസ്റ്ററി. അത് എല്ലാവർക്കും പറയാൻ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് എഴുത്തുകാരിൽ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നത്. പരിചയപ്പെടാൻ സാധിച്ചു, അതിലൊരു സന്തോഷമുണ്ട്. And I'm content that I was able to spend some time with him.